ഹായ് സ്മിത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലേ. നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. വലിയ ആഘോഷമൊന്നും ഇല്ലെങ്കിൽ കൂടി എല്ലാവരും എല്ലാ സ്ഥലത്തും ചെറിയ തോതിൽ എല്ലാവരും സ്വാതന്ത്ര്യദിനാഘോഷം ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗംഭീരമായി ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ, അതായത് റെയിൻബോ ജൂനിയർ സ്കൂളിലും സ്വാതന്ത്ര്യദിനാഘോഷം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ പറ്റി. രാവിലെ 8 മണിയായപ്പോഴത്തേക്ക് ടീച്ചേഴ്സും കുട്ടികളെല്ലാവരും സ്കൂളിലെത്തി. ഞാൻ എത്തുന്ന സമയത്ത് കുറച്ച് ടീച്ചേഴ്സ് നമ്മളെ കുട്ടികളൊക്കെ ഒരുക്കുകയായിരുന്നു. നമ്മളെ ഗാന്ധിജി ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വേഷങ്ങൾ കെട്ടുന്ന കുട്ടികളെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ മാമും സാറും കുറച്ച് ടീച്ചേഴ്സും പാരൻസും എല്ലാവരും കൂടി ചേർന്ന് പുറത്ത് ഡെക്കറേഷൻ്റെ പരിപാടിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തകൃതിയായിട്ടുള്ള തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ കുട്ടികൾ മീശയൊക്കെ വെച്ചിട്ട് കുട്ടികളെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ നമ്മളെ ഗാന്ധിജീനോട് ഗാന്ധിജി നിൽക്കുന്ന പോലെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ആളിങ്ങനെ സ്ട്രെയിറ്റായി നിന്നപ്പോൾ നമ്മളെ മാമ വന്നിട്ട് കുറച്ച് വയറൊക്കെ ഉള്ളിലേക്കാക്കി ഇങ്ങനെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കുവാണ്. അപ്പം എല്ലാവരും ധൃതിയിലാണ്. ഓരോ ഡെക്കറേഷൻ്റെ പരിപാടികളൊക്കെ തീർത്ത് വേഗം നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ കൊടി ഉയർത്തണമല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ സെൽഫി എടുക്കാൻ നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ മാമും നമ്മുടെ സ്കൂൾ ഹെഡും കൂടി ചേർന്ന് കുട്ടികളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിത്ര ടീച്ചറെ മാം വിചാരിച്ച് ഫോട്ടോ എടുക്കുകയാണെന്ന്, പിന്നെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ താൻ എന്തെങ്കിലുമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു മാം ഓടിപ്പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുട്ടികളെല്ലാവരും വെളിയിൽ കൊണ്ടുവന്നു നേരെ നിൽപ്പിച്ചു. അപ്പോഴാണ് ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടി കുട്ടികളെ മാറ്റി നിർത്തി നമ്മുടെ അംബിക മാമും സബീന മാമും കൂടി നമ്മുടെ കൊടി ഫ്ലാഗ് ഉയർത്തി നമ്മുടെ ആഘോഷത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ എല്ലാവരും ക്ലാപ്പൊക്കെ അടിച്ചു, വന്ദേ മാതരം പാട്ടൊക്കെ പാടി. കൂടെ തന്നെ നമ്മുടെ അംബിക മാമിൻ്റെ ചെറിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിത്ര മാമിൻ്റെ ചെറിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഓരോ കുട്ടികളെ കൊണ്ടും അവരുടെ ഇപ്പോൾ ഗാന്ധിജിയാണെങ്കിൽ ഗാന്ധിജീൻ്റെ ചെറിയൊരു കോട്ട്, അങ്ങനെ കുട്ടികളെ കൊണ്ട് ചെറിയൊരു പ്രോഗ്രാം നടത്തി. അവരെ നല്ല രീതിയിൽ തന്നെ അവരാൽ കഴിയുന്ന രീതിയിൽ അവരെല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല രസകരമായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് അവരത് ആ പ്രസംഗമൊക്കെ അവതരിപ്പിച്ചു. നമുക്കറിയാമല്ലേ, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതും അത് നല്ല ഉഷാറോടുകൂടി നല്ല സന്തോഷത്തോടുകൂടി അവരത് ചെയ്യുമ്പോൾ നമുക്കും അവർക്കും കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരുടെ പാരൻസിന് എല്ലാവർക്കും എന്ത് സന്തോഷമാണെന്നല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. കുട്ടികളുടെ ചെറിയ തോതിലുള്ള ദേശഭക്തി ഗാനങ്ങളും ഉണ്ടായിരുന്നു. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ചെറിയ ഒരു ദേശഭക്തി ഗാനം ഉണ്ടായിരുന്നു. അവരെ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് എല്ലാവരും ദേശഭക്തി ഗാനവും ആലപിച്ചു. കൂടെ തന്നെ നമ്മളെ ടീച്ചേഴ്സിൻ്റെ ചെറിയ പ്രസംഗങ്ങളും ഉണ്ടായിരുന്നു. അതും നല്ല രീതിയിൽ കഴിഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് ചെറിയൊരു തോതിൽ സ്വീറ്റ്സ് കൊടുത്തു. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ സെൽഫി ടൈമായിരുന്നു, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കൽ ടൈമായിരുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും മുട്ടായി കൊടുത്ത് ഞങ്ങൾ വേഗം ക്ലാസ്സിലേക്ക് കയറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു മഴയുള്ളത് കൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് മഴയത്ത് നിൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മഴ ഒന്ന് തോർന്ന സമയത്താണ് നമ്മൾ കുട്ടികളെ മുറ്റത്തേക്ക് ഇറക്കിയത്. അത് കഴിഞ്ഞ് മുട്ടായി കൊടുത്ത് നമ്മൾ അപ്പം തന്നെ ക്ലാസ്സിലേക്ക് കയറ്റി. പ്രോഗ്രാമൊക്കെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തായിരുന്നു, മഴയും ഒക്കെ കാരണം. അപ്പോൾ പാരൻസും വെളിയിൽ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ പാരൻസ് ഉള്ളവരെ നമ്മൾ പാരൻസിൻ്റെ കൂടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു വിട്ടു. എല്ലാവരും പറഞ്ഞു വിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് പിന്നെ ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.